നീ നന്മ ചെയ്യുന്നുവെങ്കിൽ പ്രസാദമുണ്ടാകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്കലേക്കാകുന്നു, നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. മതി, സ്റ്റോപ്പ്. നീ നന്മ ചെയ്യുന്നു എങ്കിൽ ദൈവം നിന്നെ അംഗീകരിക്കും, ദൈവം നിന്നിൽ പ്രസാദിക്കും. നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിൽക്കൽ കിടക്കുന്നു, അതിൻ്റെ ആഗ്രഹം നിങ്കലേക്കാണ്, നിന്നെ കീഴടക്കണമെന്നാണ് അതിൻ്റെ ആഗ്രഹം. എന്നാൽ നീയോ അതിനെ കീഴടക്കണം. അതിൽ നിന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, അകത്ത് നന്മയുള്ളവന് പാപത്തെ ജയിക്കാൻ എളുപ്പമാണ്. അകത്ത് തിന്മയുള്ളവന് പാപത്തിൻ്റെ മേൽ ജയം നേടാൻ പ്രയാസമാണ്. അവന് പറ്റത്തില്ലെന്നല്ല, പക്ഷേ അവൻ കൂടുതൽ വില കൊടുക്കേണ്ടി വരും. കാരണം അവൻ്റെ താല്പര്യം തിന്മയോടാണ്, അവൻ്റെ താല്പര്യം പാപത്തോടാണ്. അധികം വില കൊടുത്തെങ്കിലേ അവന് അതിനെ കീഴ്പ്പെടുത്താൻ സാധിക്കൂ. അകത്ത് നന്മയുള്ളവന് യാദൃച്ഛികയാ അവന് ചിലപ്പോൾ തെറ്റുകളൊക്കെ വന്നെന്നിരിക്കാം, പക്ഷേ അകത്ത് നന്മയുള്ളതിനാൽ, പരിശുദ്ധാത്മാവ് അവനിൽ പ്രവർത്തിക്കുന്നതിനാൽ പാപത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അവന് കൂടുതൽ എളുപ്പത്തിൽ സാധിക്കും. പാപം നന്മയുള്ളവനെയും നന്മയില്ലാത്തവനെയും കീഴടക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ നന്മയുള്ളവന് അതിൽ അല്പം കൂടുതൽ മേൽക്കൈ നേടാൻ സാധിക്കുമെന്നാണ് തിരുവെഴുത്ത് പറയുന്നത്. ശ്രദ്ധിക്കൂ, കുറേ കാര്യങ്ങൾ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. രണ്ട് വ്യക്തികളെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരിൽ മുൻപനായിരുന്ന പത്രോസ്. രണ്ട്, അതേ കാറ്റഗറിയിൽ തന്നെ വരുന്ന ഇസ്കാരിയോത്ത് യൂദ. രണ്ടുപേരെയും അവരുടെ സ്വഭാവം വെച്ചൊന്ന് വിലയിരുത്തിയാൽ നമുക്ക് ഈ വസ്തുത അടിവരയിട്ട് മനസ്സിലാക്കാൻ പറ്റും. പത്രോസ് എടുത്തുചാട്ടക്കാരനാണ്, പല അപകടങ്ങളിൽ ചെന്നുപെട്ടയാളാണ്, യേശുവിനെ തള്ളിപ്പറഞ്ഞയാളാണ്, ഒക്കെയാണ്. പക്ഷേ പത്രോസ് അകത്ത് നന്മയുള്ളവനാണ്. മനസ്സിലാകുന്നുണ്ടോ? പത്രോസിനെ യേശു സാത്താനെന്ന് വരെ വിളിച്ചിട്ടുണ്ട്. സാത്താനെ നീ എന്നെ വിട്ട് പോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും പത്രോസിൻ്റെ ഒരു ഗുണം, അവന് അകത്ത് നന്മയുണ്ട്. ഇസ്കാരിയോത്ത് യൂദ എടുത്താൽ ഇതേ ഗണത്തിൽ തന്നെ പെടുന്നയാളാണ്. പക്ഷേ അവൻ്റെ ഒരു കുഴപ്പം, അവൻ്റെ അകത്ത് നന്മയില്ല. വാക്ക് മനസ്സിലാകുന്നുണ്ടോ? അവൻ്റെ അകത്ത് നന്മയില്ല. കരുതിക്കൂട്ടി പാപം ചെയ്യാനായി അവൻ തൻ്റെ മനസ്സിനെ വിട്ടുകൊടുത്തവനാണ്. ഈ 3.5 കൊല്ലവും ഈ യാദൃച്ഛികയായി ഒടുവിൽ വന്നു കയറിയ ഒരു ദ്രവ്യാഗ്രഹ ചിന്തയല്ല അവൻ്റെ അകത്തുണ്ടായിരുന്നത്. അത് അവൻ്റെ അകത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഒന്നാണ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നാം, പിന്നെ എന്തുകൊണ്ട് ഇവനെ തിരഞ്ഞെടുത്തു? വാക്ക് മനസ്സിലായോ? യേശുവിന് അറിഞ്ഞുകൂടായിരുന്നു ഇവൻ്റെ അകത്ത് ഇങ്ങനെ ഒരു ദ്രവ്യാഗ്രഹം കിടപ്പുണ്ടെന്ന്. ദൈവമക്കളെ, നമ്മളെ തിരഞ്ഞെടുത്തത് നമ്മളെല്ലാവരും യോഗ്യരായതുകൊണ്ടല്ല, നമ്മൾ യോഗ്യരായി തീരാനാണ്. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം? ഞാനും നിങ്ങളും വിശുദ്ധരായതുകൊണ്ടോ, ഞാനും നിങ്ങൾ എല്ലാറ്റിലും തികഞ്ഞവരായതുകൊണ്ടോ ഒന്നുമല്ല എന്നെയും നിങ്ങളെയും കർത്താവ് തിരഞ്ഞെടുത്തത്. എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്തതിൻ്റെ പ്രധാന കാരണമെന്തെന്നറിയാമോ? യോഗ്യരായി മാറണം, വിശുദ്ധരായി മാറണം, ദൈവത്തിന് പ്രയോജനമുള്ളവരായി തീരണം, ദൈവനാമത്തിന് മഹത്വമുള്ളവരായി തീരണം എന്ന് ആഗ്രഹിച്ച് അങ്ങനെ ചെയ്യും എന്ന് കണ്ടിട്ടാണ് എന്നെയും നിങ്ങളെയും ദൈവം തിരഞ്ഞെടുത്തത്. എന്നാൽ മനുഷ്യൻ്റെ മുന്നിലുള്ള ഒരു പ്രധാന ദൈവം കൊടുത്തിരിക്കുന്ന കഴിവാണ് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം. കഴിഞ്ഞ ദിവസം പരസ്യയോഗത്തിൽ ഞാൻ വിളിച്ചു പറഞ്ഞു,
എല്ലാ സൃഷ്ടികളെയും സൃഷ്ടിച്ചതുപോലെ ഒരു സൃഷ്ടിയായിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. മറ്റെല്ലാം നമുക്ക് വേദപുസ്തകത്തിൽ അല്പം കൂടെ അറിവുണ്ട്. മറ്റെല്ലാം ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ അവ ഉളവായി. മനുഷ്യനെ അങ്ങനെ ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവായതല്ല, തൻ്റെ സ്വരൂപത്തിലും തൻ്റെ സാദൃശ്യത്തിലും ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതിയപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി അവനെ മുമ്പിൽ നിർത്തിയിട്ട് അവരോട് പറഞ്ഞ വാക്കാണ് ഈ ഞാൻ ഉളവാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉളവാക്കിയ ഇതിനെല്ലാം നീ വേണം അധിപതിയായിരിക്കാൻ, നീ വേണം ഇതിനെല്ലാം വാഴാൻ. അവയ്ക്ക് ചിലപ്പോൾ വലിപ്പം കൂടുതൽ കാണും, അവയ്ക്ക് ചിലപ്പോൾ ശക്തി കൂടുതൽ കാണും, എന്നാൽ നീ അതിനെയെല്ലാം അടക്കി വാഴണം. നീ വേണം ഇതിനെയെല്ലാം ഉപയോഗിക്കാൻ. ഇവിടുത്തെ സയൻസിന് എന്ത് മറുപടി ഉണ്ട്? സ്തോത്രം. മനുഷ്യനല്ലേ എല്ലാം നിയന്ത്രിക്കുന്നത്. ഇനി നന്മയും തിന്മയും ഞാൻ നിന്റെ മുമ്പിൽ വയ്ക്കുന്നു, നീ നന്മ തിരഞ്ഞെടുക്കണം. വേറെ ഏത് ജീവജാലത്തോട് പറഞ്ഞു? വേറെ ഏത് വൃക്ഷത്തോട് പറഞ്ഞു? അതത് ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങൾ, അതത് മാങ്ങ കാച്ചാൽ മതി. സ്തോത്രം. പ്ലാവിൽ നിന്ന് ചക്ക വന്നാൽ മതി, അതതിൻ്റെ ഫലം. ഒന്നിനും മാറിക്കായ്ക്കാൻ അനുവാദമില്ല. പ്ലാവ് വിചാരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം കുറേ ചക്ക വന്നു, കൊമ്പെല്ലാം ഒടിഞ്ഞു പോയി, ഇനി ഇത്രയും വെയിറ്റ് വേണ്ട, അടുത്ത പ്രാവശ്യം തൊട്ട് മാങ്ങ കായ്ക്കാം, അതാകുമ്പോൾ വെയിറ്റ് കുറയും. ഇങ്ങനെ ചിന്തിക്കാൻ അവയ്ക്ക് അനുവാദമില്ല. സ്തോത്രം. കുഴിമുയലുകൾ വിചാരിക്കുകയാണ് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിന് വീട്ടിലെല്ലാം വെള്ളം കയറി, ഇനി അടുത്ത പ്രാവശ്യം വീട് വയ്ക്കുമ്പോൾ മരത്തിൻ്റെ മുകളിൽ വയ്ക്കാം. തീരുമാനിക്കാൻ അവയ്ക്ക് അവകാശമില്ല. ലോകമുണ്ടായത് മുതൽ ഇന്നേ വരെ ഇതിനൊന്നിനും അതിൻ്റെ ഹാബിറ്റാറ്റ്, അതിൻ്റെ മറ്റെല്ലാ ക്രമീകരണങ്ങൾക്കും ഒരു മാറ്റവും വന്നിട്ടില്ല. മാറ്റം വന്നിട്ടുള്ളത് ഒരേ ഒരു സൃഷ്ടിക്ക് മാത്രം, മനുഷ്യന് മാത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. കാരണം സൃഷ്ടിയിലെ അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത്. ഈ ലോകത്തിൻ്റെ സയൻസിൻ്റെയും ഇവിടുത്തെ ബുദ്ധിമാന്മാരുടെയും ഒന്നും വഞ്ചനയിൽ പെട്ടുപോകരുത് കുഞ്ഞുങ്ങളെ, പ്രിയപ്പെട്ടവരെ. ഇവിടെയാണ് ലോകം, ഇതൊക്കെ കഴിയുമ്പോൾ എല്ലാം അവസാനിക്കും എന്നൊന്നും കരുതി പ്രൈസ് അല്ലാഹ് ദൈവത്തെ മറന്ന് ജീവിക്കരുത്. ഹല്ലേലൂയ. ഇതിൻ്റെ എല്ലാം അവസാനം, എല്ലാം മുന്നിൽ നിർത്തി കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടെന്നറിഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചപ്പോൾ ആരോ ഒരാൾ പറഞ്ഞു, ജനിക്കുന്നത് എവിടെയെന്ന് തീരുമാനിക്കാൻ നമുക്ക് അവകാശമില്ല. ഏത് വീട്ടിലാണ് ജനിക്കേണ്ടതെന്ന് ദൈവം തീരുമാനിക്കും, അല്ലേ? ആരുടെ ഗർഭപാത്രത്തിലാണ് ഞാൻ വരേണ്ടത്, ഏത് വീട്ടിലാണ് ഞാൻ പിറക്കേണ്ടത്, ഏത് സമൂഹത്തിലാണ് വളരേണ്ടതെല്ലാം തീരുമാനിക്കുന്ന ദൈവമാണ്. എന്നാൽ ഒടുവിൽ എവിടെ താമസിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനും നിങ്ങളുമാണ്. എത്ര പേർക്ക് അക്കാര്യം മനസ്സിലാകുന്നുണ്ട്? ഹല്ലേലൂയ. ഒടുവിൽ മരണത്തിന് ശേഷം യേശുവിൻ്റെ വരവിങ്ക എവിടെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ദൈവമല്ല, എവിടെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനും നിങ്ങളുമാണ്. ഈ ലോകത്തിൽ ദൈവം തന്ന ആയുസ്സില് നന്മ തിരഞ്ഞെടുത്ത് ജീവിച്ച അതിന് നമുക്ക് അവകാശം കിട്ടും, അല്ല എങ്കിൽ നാമും പരാജയപ്പെട്ടു പോകും. അപ്പം നന്മയും തിന്മയും തിരഞ്ഞെടുക്കാൻ മനുഷ്യന് മാത്രമേ അവകാശമുള്ളൂ. ഒരു ജീവജാലത്തിനും പറ്റില്ല, ഒരു വൃക്ഷത്തിനും അവകാശമില്ല, മനുഷ്യന് മാത്രം. ഈ മനുഷ്യൻ ഈ യൂദയെയും തിരഞ്ഞെടുത്തത് അങ്ങനെ തന്നെയാണ്. അവൻ നന്മ ചെയ്യും, അവനവൻ്റേതായ സ്വഭാവത്തിന് മാറ്റം വരുത്തും. പക്ഷേ അവന് നന്മയിലേക്ക് വരാൻ മനസ്സില്ലായിരുന്നു. യേശുവിൽ വിശ്വസിക്കാനും അവന് താല്പര്യമില്ലായിരുന്നു. കാനാവിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞായി രൂപാന്തരപ്പെടുത്തി കഴിഞ്ഞപ്പോൾ നമ്മളവിടെ വായിക്കുന്നത് അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. മനസ്സിലായോ? അപ്പോൾ യൂദയടക്കം എല്ലാവരും യേശുവിൽ എന്ത് ചെയ്തു? വിശ്വസിച്ചു. യേശു രക്ഷകൻ, അല്ലെങ്കിൽ യേശു അത്ഭുതം ചെയ്യുന്ന മനുഷ്യൻ. എന്നാൽ
ഈ യൂദയ്ക്ക് യേശുവിൽ വിശ്വാസമൊന്നും വന്നില്ല. പച്ചവെള്ളത്തെ വീഞ്ഞായി രൂപാന്തരപ്പെടുത്തിയ യേശു ഇത്രയും അത്ഭുതങ്ങൾ ചെയ്യുമെന്നും ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിവുള്ള ആണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പണപ്പെട്ടിയിൽ നിന്ന് പൈസ വരുമായിരുന്നു. ഒരടി കിട്ടുമെന്നെങ്ങാനും ചിന്ത അകത്തുണ്ടായിരുന്നെങ്കിൽ. ദൈവമക്കളെ, ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം? സർവശക്തനായ ഒരു ദൈവമുണ്ട്. ദൈവഹിതമല്ലാത്ത എൻ്റെ എല്ലാ പ്രവൃത്തികളും, എല്ലാ തിന്മകളും വിട്ട് നന്മ ചെയ്ത് ഞാൻ ജീവിക്കും എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിന് ആഗ്രഹം തോന്നിയിട്ടാണ് എന്നെ ദൈവം തിരഞ്ഞെടുത്തത്. പിന്നെയും എന്നെ പഴയ കാലങ്ങളിൽ അടയ്ക്കുവാണ് പാപത്തിന് തന്നെ ഞാൻ അവസരം കൊടുത്ത് മുന്നോട്ട് പോയാൽ ഓരോരുത്തർക്കും ഓരോരോ പാപങ്ങളാണ്. ചിലപ്പോൾ ഒന്നിലധികം ഉണ്ടായേക്കാം. എല്ലാ മനുഷ്യനെയും ഇത് കീഴ്പ്പെടുത്താനായി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനെ ജയിക്കണം, ഒരു നല്ലവനായി ജീവിക്കണം, ദൈവരാജ്യത്തിലെത്തണം എന്ന് ദൈവം ആഗ്രഹിച്ചിട്ടാണ് നമ്മയൊക്കെ തിരഞ്ഞെടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ എത്ര വേഗത്തിൽ ഈ നന്മയിങ്കിലേക്ക് വരുന്നോ അത്രയും ഭാഗ്യവാനാണ്. ഈ രണ്ടു പേർക്കും കിട്ടിയ അവസരം തുല്യമാണ്. ആർക്കൊക്കെ? പത്രോസിനും ഈ ഇസ്കാരിയോത്ത് യൂദയ്ക്കും കിട്ടിയ അവസരങ്ങളും കിട്ടിയ ഫെസിലിറ്റികളുമൊക്കെ സമമാണ്. അവർ രണ്ടുപേരും അത് പ്രയോജനപ്പെടുത്തിയത് രണ്ട് തരത്തിലാണ്. കർത്താവ് പറയുന്നതൊക്കെ അങ്ങ് എപ്പോഴും അംഗീകരിക്കാനൊന്നും പത്രോസ് തയ്യാറൊന്നും അല്ലായിരുന്നു. പല പ്രാവശ്യം നമുക്കറിയാമല്ലോ, പല കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്ന് രണ്ട് വാക്യങ്ങൾ നമുക്ക് അതിനെ ഒന്ന് മനസ്സിലാക്കാൻ, അറിയാവുന്ന കാര്യങ്ങളാണെങ്കിലും അതിനെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 26-ാം അധ്യായം അതിൻ്റെ 31-ാമത്തെ വാക്യം മുതലൊന്ന് വായിച്ചാട്ടെ. യേശു അവരോട്, ഈ രാത്രിയിൽ നിങ്ങൾ എല്ലാവരും എങ്കൽ ഇടറും, ഞാൻ ഇടയനെ വെട്ടും, ഈ കൂട്ടത്തിലെ ആടുകൾ ചിതറിപ്പോകും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എന്നാൽ ഞാൻ ഉയർത്തെഴുന്നേറ്റ ശേഷം നിങ്ങൾക്ക് മുൻപായി ഗലീലയ്ക്ക് പോകും. അതിന് പത്രോസ്, എല്ലാവരും നിങ്ങൾ ഇടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. മതി സോദരൻ. അപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യമാണ്. അവിടെ ഒരു ചർച്ചയുണ്ടായി. ആരാണ് വലിയവൻ? പത്രോസ് പറഞ്ഞു ഞാനാണ്. യോഹന്നാൻ പറഞ്ഞു ആയല്ല, ഞാനാണ്. അപ്പോൾ ഇസ്കാരിയോത്ത് യൂദയും പറഞ്ഞു കാണും നിങ്ങൾ ആരുമല്ല. അപ്പോഴും എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവൻ. എങ്കിലും പറഞ്ഞു കാണും ഞാനാണ്, കാരണം എൻ്റെ കയ്യിലാണ് പണപ്പെട്ടി. അപ്പം ഇങ്ങനെ എല്ലാവരും തമ്മിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു എല്ലാവരോടുമായിട്ട്, പത്രോസിനോട് പറഞ്ഞതല്ല, എല്ലാവരോടുമായി പറഞ്ഞ വാക്കാണ് ഈ രാത്രിയാകുമ്പോൾ ഇടയനെ വെട്ടും. നിങ്ങളെല്ലാവരും എങ്കിൽ എന്തു ചെയ്യും? ഇടറും. സ്തോത്രം. കൂട്ടത്തിൽ ആടുകളൊക്കെ എന്തു ചെയ്യും? ചിതറും. ഇത് പറഞ്ഞതാണ്, സംഭവിക്കുന്ന കാര്യമാണ്. ആ വാക്ക് കേട്ടിട്ട് എടുത്തിയാടി പത്രോസ് പറഞ്ഞു, അങ്ങനെ എല്ലാവരുടെയും കൂട്ടത്തിൽ എന്നെ എന്തു ചെയ്യരുത്? കൂട്ടരുത്, മോശക്കാരനാക്കരുത്. സ്തോത്രം. ഈ നിൽക്കുന്ന 11 പേരും ഇടറിയാലും ഞാൻ, ഇവിടെയാണ് വിഷയം, ഞാൻ എന്ത് ചെയ്യത്തില്ല. അവരൊക്കെ പറയുന്നതിന് മുമ്പേ എടുത്ത് പറയണം. അല്ല, ഒരാൾ പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമില്ല. അവനോടൊരു സ്പെഷ്യൽ ദൂത്, മനസ്സിലായോ? അവനോട് മാത്രമായി പറഞ്ഞ ഒരു സ്പെഷ്യൽ ദൂതാണ്. യേശു അവനോട്, ഈ രാത്രിയിൽ കോഴി കൂകും മുമ്പ് നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് ഞാൻ സത്യമായിട്ട് നിന്നോട് പറയും. ദൈവമക്കളെ, ആവശ്യമില്ലാത്ത അവകാശവാദങ്ങളൊന്നും ഉന്നയിക്കരുത്. നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലാണ്. അങ്ങനെയാണ് ഇങ്ങനെയാണ് വിശുദ്ധനാണെന്നൊന്നും ആരും അവകാശപ്പെടരുത്. സ്തോത്രം. നിൽക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാലും കരുണയാലും ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യത്താലുമാണ്. ഓരോ വാക്കുകൾ പറയുമ്പോഴും പ്രൈസ് ദി ലോർഡ് അതിന് തക്കവണ്ണം വേണം വിനയപ്പെടുത്തി പറയാൻ. സ്തോത്രം. എന്നാൽ ഈ എടുത്തുകാട്ടക്കാരൻ ഇവനെ ഇങ്ങനെയൊരു കെണിക്കകത്തേക്ക് അവൻ തന്നെ ചെന്ന് തലവെച്ചു. ഇതങ്ങനെ തന്നെ സംഭവിച്ചു. പക്ഷേ ഒരു കുഴപ്പം, ഇവൻ യേശുവിനെ തള്ളിപ്പറയണമെന്ന് ഒരാഗ്രഹവും ഇല്ല. ഈ പറഞ്ഞത് സത്യമാണ്. വേണമെങ്കിൽ മരിക്കാനും ഇവന്
താല്പര്യമുണ്ട്, അത് ഉള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ സാഹചര്യം, മനസ്സിലാവുന്നുണ്ടോ? സാഹചര്യം അവനെ കൊണ്ടത് ചെയ്യിപ്പിച്ചു. ആ വല്ലാത്ത വലയത്തിൽ അവനായപ്പോൾ അവൻ അങ്ങനെ പറയേണ്ടി വന്നു. കുഞ്ഞുങ്ങളെ, യുവജനങ്ങളെ, സ്തോത്രം. പാപത്തിന് അവസരമുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നത് നിങ്ങൾക്കെപ്പോഴും ഗുണമാണ്. ഞാനിങ്ങനെയാണ്, എന്നെക്കൊണ്ട് അതിന് പറ്റും, എനിക്ക് നോ പറയാൻ പറ്റും, എനിക്ക് അതിൻ്റെയൊക്കെ കാര്യങ്ങൾ അറിയാം എന്നൊക്കെ പറഞ്ഞ് അപകടത്തിൽ ചെന്ന് ചാടരുത്. ചിലരോടൊക്കെ പറയുന്നത്, എനിക്ക് എന്നെ സൂക്ഷിക്കാൻ അറിയാം, ഇതുകൊണ്ട് എന്തൊക്കെ വരുമെന്ന് എനിക്കറിയാം. ഇല്ല, സൂക്ഷിക്കാനൊക്കത്തില്ല. വരുന്നതെന്തെന്ന് മുൻകൂട്ടി കാണാൻ നമുക്കാർക്കും പ്രാപ്തിയില്ല. സ്തോത്രം. അതുകൊണ്ട് ഭയപ്പെടണം. പലരുമൊക്കെ തമാശയ്ക്ക് തുടങ്ങുന്നു, മനസ്സിലാവുന്നുണ്ടോ? ചിലരോടൊക്കെ പറയുമ്പോൾ പറയും, ഇത് വെറും തമാശയാണ് പാസ്റ്റേ. ഇപ്പം പിന്നെ ഒരു റിലേഷനൊക്കെ ഇല്ലാത്ത ആരുണ്ട്? നമ്മൾ പഠിക്കുമ്പോൾ ഒരു ടൈം പാസ് എന്നാണ് ചിലർ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഈ ടൈം പാസ് വേണ്ട. നമുക്ക് മനസ്സിലായോ? എല്ലാവർക്കും ഉണ്ട്. ഇപ്പം ടൈം പാസിന് നീ പോകുന്നു, ചിലപ്പോൾ ടൈം പാസ്സായിട്ടായിരിക്കത്തില്ല എടുക്കുന്നത്. അവൻ നാളെ കത്തിയും കൊണ്ടുവരും, അവൻ നാളെ പെട്രോളും കൊണ്ടുവരും. മനസ്സിലാവുന്നുണ്ടോ? ഇതെവിടെയാണ് അപകടം പതിയിരിക്കുന്നതെന്നോ, എവിടെയാണ് കാര്യങ്ങൾക്ക്. അപ്പോൾ ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുക. ആഗ്രഹം അതിനെ ജയിക്കണമെന്നുണ്ട്, അതിനകത്തകപ്പെടരുതെന്നുണ്ട്, അതിൽ നിന്ന് ദൈവത്തിന് പ്രസാദമായതേ ചെയ്യാവൂ എന്നുണ്ട്. എങ്കിലും പരിശുദ്ധാത്മാവ് പറയുന്നു, ആ സാഹചര്യം നിന്നെ തെറ്റിച്ചു കളയും. ആ സാഹചര്യം നിന്റെ മേൽ അതൊരു കെണിയായി വീഴും. പ്രൈസ് ദി ലോർഡ്. അതിനകത്ത് പെടുന്നതിന് മുമ്പേ നീ ദൈവത്തിൽ ആശ്രയിച്ച് രക്ഷപ്പെട്ടോണം. പ്രൈസ് ദി ലോർഡ്. പത്രോസ് അവനെ മരിക്കാൻ വന്നാലും കുഴപ്പമില്ല, അതിനെ യേശുവിന് വേണ്ടി ജീവിക്കണമെന്നൊക്കെ വാസ്തവമാണ്. പക്ഷെ അവനെ ആ സാഹചര്യം തകർത്ത്. പക്ഷേ അകത്ത് നന്മയുള്ളവൻ്റെ ലക്ഷണം എന്തെന്ന് ചോദിച്ചാൽ, സ്തോത്രം, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 61-62 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. സ്തോത്രം. അപ്പോൾ കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി, ഇന്ന് കോഴി കൂകും മുമ്പേ നീ 3 വട്ടം എന്നെ തള്ളിപ്പറയും എന്ന് കർത്താവ് തന്നോട് പറഞ്ഞ വാക്ക് പത്രോസ് ഓർത്തു. പുറത്തിറങ്ങി അതിദുഃഖത്തോടെ കരഞ്ഞു. മതി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കോഴി കൂകി. കർത്താവ് തിരിഞ്ഞ് പത്രോസിനെ ഒന്ന് നോക്കി. ഒന്നും പറഞ്ഞില്ല. മനസ്സിലാവുന്നു? കാരണം പറയാനുള്ള സാഹചര്യമല്ല അവിടെ. ഒരു വാക്കും പറഞ്ഞില്ല. തിരിഞ്ഞ് ഒന്ന് നോക്കി. ആ നോക്കിയത് എന്തിനെന്ന് അറിയേണ്ട പത്രോസ് അറിഞ്ഞു. ആ നോക്കിയതിൻ്റെ പിന്നിലെ ഉദ്ദേശം എന്തെന്ന് അകത്തൊരു ചാട്ടുളി പോലെ പത്രോസിൻ്റെ അകത്ത് അത് തുളഞ്ഞ് കയറി. അവൻ പുറത്തിറങ്ങി ആദിദുഃഖത്തോടെ. മനുഷ്യരെ കാണിക്കാനുള്ള കണ്ണുനീരല്ല, മനുഷ്യരെ കേൾപ്പിക്കാനുള്ള ശബ്ദവുമല്ല. അവനകത്ത് ആ യേശുവിൻ്റെ നോട്ടത്തിൽ നിന്ന് കൊണ്ട ആ അമ്പകത്ത് കയറി ആ പാപത്തെക്കുറിച്ചുള്ള അതിവേദന നിമിത്തം, സ്തോത്രം, അതിദുഃഖത്തോടെ കരഞ്ഞു. സ്തോത്രം. ഇന്ന് പകൽ ഈ തിരുവെഴുത്തുകളെ കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ പറയട്ടെ, അകത്ത് നന്മയുള്ളവൻ്റെ ഒരു ചെറിയ നോട്ടം, പ്രൈസ് ദി ലോർഡ്, യേശുവിൻ്റെ ഒരു സ്പർശനം, ഒരു വാക്യം, ഹല്ലേലൂയ, ഒരു ദൈവിക ഇടപെടൽ മതിയാകും അവനെ നന്മയിലേക്ക് നയിക്കാൻ. എത്ര പേർക്ക് ഉറപ്പുണ്ട്? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് സദാകാലവും നമ്മോട് ഇടപെടുകയില്ല. ആ പാപത്തെക്കുറിച്ച്, ആ തിന്മയെക്കുറിച്ച്, ആ
ദൈവവഴി വിട്ടുള്ള യാത്രയെക്കുറിച്ച് ഒന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, ഒന്ന് വിലയിരുത്തത്തക്കവണ്ണം ഏതെങ്കിലും വഴിയിൽ ദൈവാത്മാവ് ഇടപെടുമ്പോൾ അകത്ത് നന്മയുള്ളവന്റെ ലക്ഷണമാണ്. രണ്ടാമതൊന്നും നോക്കിയില്ല. ആ പാപം, അവൻ്റെ വാതിൽക്കൽ കിടന്ന പാപം പത്രോസിനെ കയറി പിടിച്ച് കീഴാക്കി കളയാൻ പത്രോസ് അവനെ വിട്ടുകൊടുത്തില്ല. അതിദുഃഖത്തോടെ കരഞ്ഞു. അവൻ യേശുവിൻ്റെ അടുക്കിലേക്ക് പോയി. തുടർന്ന് നമുക്കറിയാവുന്ന സംഭവം, യേശുവുമായി പിന്നെയും ബന്ധപ്പെട്ട് മുന്നേറി. ഇനി യൂദയെക്കുറിച്ച് 1-2 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ച് ഞാൻ അവസാനിപ്പിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 70-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. യേശു അവരോട്, നിങ്ങളെ 12 പേരെ ഞാൻ തിരഞ്ഞെടുത്തില്ലയോ? എങ്കിലും നിങ്ങളിൽ ഒരുത്തൻ ഒരു പിശാചാകുന്നു എന്നുത്തരം പറഞ്ഞു. ഇത് അവൻ ശീമോൻ ഇസ്കരിയോത്തിന്റെ മകനായ യൂദയെ കുറിച്ച് പറഞ്ഞു. കണ്ടോ, ശുശ്രൂഷയുടെ തുടക്കമൊക്കെ ആകുന്നതേ ഉള്ളൂ. അന്നേരം തന്നെ യേശു തിരഞ്ഞെടുത്ത ആ യൂദയെക്കുറിച്ച് യേശുവിൻ്റെ അഭിപ്രായം എന്താണ്? നിങ്ങളിൽ ഒരുത്തൻ ആരാണ്? പിശാചാണെന്ന്. ചിലർക്കൊക്കെ ഒരു സംശയം കാണും, ഇങ്ങനെയുള്ള വാക്കൊക്കെ ഉപയോഗിക്കണോ? സ്തോത്രം. പിന്നെ പിശാചിനെ പിശാചെന്നല്ലാതെ ദൈവം എന്ന് പറയാൻ പറ്റുമോ? കള്ളനെ കള്ളനെന്നല്ലാതെ പിന്നെ സത്യം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കള്ളനെ കള്ളനെന്ന് പറയുന്നിടത്താണ് വിടുതൽ വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കള്ളൻ കള്ളൻ തന്നെയാണ്. എഫെസോസിലെ സഭയ്ക്കും ദൂതെഴുതുമ്പോൾ പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ പരീക്ഷിച്ച് അവരെ കള്ളനെന്ന് കണ്ടത് എനിക്കിഷ്ടപ്പെട്ടു. പ്രൈസോലോ. കള്ളം പറയുന്നവൻ കള്ളൻ, സത്യമില്ലാത്തവൻ കള്ളൻ. ഇവിടെയും അതുപോലെ തന്നെ ദൈവം അവനോട് വ്യക്തമായി പറയുന്നു, നിങ്ങൾ ഒരുത്തൻ ആരാണ്? ഒരു പിശാചാണ്. ഇതാരെക്കുറിച്ച് പറഞ്ഞതാണ്? ഇതെന്തിനാണ് പറഞ്ഞതെന്നറിയാമോ? അത് കേട്ടെങ്കിലും ഇവൻ്റെ അകത്തൊരു, ശ്രദ്ധിക്കൂ ഞാൻ ഈ പറയുന്നത്, ഈ പത്രോസിനെ ഒന്ന് നോക്കിയതേ ഉള്ളൂ. ഇവനെ കുറച്ച് വാക്കെന്താണ്? നീ പിശാചാണെന്ന്. എന്നിട്ടും ഇവനെന്ത് വന്നില്ല? ഇവാണ് അപകടം. അടുത്ത് ഇനി വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. എന്നാൽ അവന്റെ ശിഷ്യന്മാരിൽ ഒരുത്തനായി അവനെ കാണിച്ചു കൊടുപ്പാനുള്ള യൂദ ഇസ്കരിയോത്താവ് ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാഞ്ഞത് എന്ത് എന്ന് പറഞ്ഞു. ഇത് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ട് പണസഞ്ചി തന്റെ പക്കൽ ആകയാൽ അതിൽ ഇട്ടത് എടുത്തു വന്നതുകൊണ്ടും അത്രേ പറഞ്ഞത്. ഇതേതാണ് സന്ദർഭം എന്നറിയാമോ? ബേഥാന്യയിൽ ലാസറിൻ്റെ വീട്ടിൽ ഇരിക്കുകയാണ്. മാർത്തയും മറിയും ഒക്കെ അവിടെ ഉണ്ട്. അന്നേരം മറിയ സ്വച്ഛജടമാംസി തൈലം കൊണ്ടൊരു വലിയ കൂട്ടുകൊണ്ടു. എങ്ങനെ കൊണ്ടുവരാതിരിക്കും? മരിച്ച് നാഥനില്ലാതെ പോകുമായിരുന്ന ഇവർക്ക് 2 പേർക്കും ഒരു നാഥനായി ലാസറിനെ ഉയർപ്പിച്ചു കൊടുത്ത ഈ ദൈവത്തിൻ്റെ കരുതലും നന്മയും ഓർക്കുമ്പോൾ ഇതൊക്കെ എന്താണ് വില? എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാ? സ്വച്ഛജടമാംസി തൈലം, അതിന് എത്ര രൂപയാണ് അതിന് വിലയെങ്കിലും ദൈവം ചെയ്ത നന്മയ്ക്കോ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ഉപകാരത്തിനോ എത്ര കുപ്പി സ്വച്ഛ ജഡമാംസി തൈലം കൊടുത്താലും ഇതൊന്നും പകരമാവുകയില്ല. എത്ര ദൈവമക്കൾക്ക് ആ ഉറപ്പകത്തുണ്ട്. ഈ പാപലോകത്തിൽ നിന്ന്, ഹല്ലേലൂയ, പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച് വാതിലുകൾ ഒരുക്കി തന്ന, നന്മയുടെ മുഖാന്തരങ്ങൾ ഒരുക്കി തന്ന, എന്നെയും നിങ്ങളെയും കുടുംബങ്ങളായി നടത്തുന്ന എൻ്റെ ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ, നന്മകൾ ഓർത്ത ഇതൊന്നുമല്ല, ഇതിലപ്പുറവും ചെയ്യത്തക്കവണ്ണം ഞാനും നിങ്ങൾ കടപ്പെട്ടവരാണ്. അതറിയുന്ന എത്ര പേരുണ്ട്? ഒന്ന് നന്ദിയോടെ കരങ്ങളെ അടിച്ച്, നാഥാ, ഇതൊന്നുമല്ല, ഇതിലും അപ്പുറമായത് ചെയ്ത എൻ്റെ ദൈവത്തോടുള്ള നന്ദി പ്രകടിപ്പിക്കുവാൻ, ഹല്ലേലൂയ,
ഞാൻ കടപ്പെട്ടവനാണ്, ഞാൻ ബാധ്യസ്ഥനാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിലധികവും കൊടുക്കാൻ ആ കുടുംബത്തിന് കടപ്പാടുണ്ട്. അതങ്ങനെ അവർ ചെയ്തപ്പോൾ ഇസ്കാരിയോത്ത് യൂദ പറഞ്ഞ വാക്കാണ്, ഈ തൈലം 300 വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാത്തത് എന്ത് എന്ന് പറഞ്ഞു. ആ പറച്ചിൽ അടുത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. ഇത് ദരിദ്രന്മാരെ കുറിച്ചുള്ള വിചാരം ഉണ്ടായിട്ടല്ല, അവൻ കള്ളനാകൊണ്ടും പണസഞ്ചി തൻ്റെ പക്കലാകയാൽ അതിട്ടത് എടുത്തു വന്നതും കൊണ്ടത്രേ പറഞ്ഞത്. അപ്പം അവൻ്റെ സ്ഥിരം സ്വഭാവമാണ്. ഇപ്പം ഇതൊക്കെ കേട്ടിട്ടും ഒരു മാറ്റവും അവൻ്റെ അകത്ത് വന്നില്ല. മത്തായി 26:24-25 ഒന്ന് വായിച്ചേ. തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് പോലെ മനുഷ്യപുത്രൻ പോകുന്നു സത്യം, മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ ഹാ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നു എങ്കിൽ അവന് കൊള്ളായിരുന്നു. എന്നാറെ അവനെ കാണിച്ചു കൊടുക്കുന്ന യൂദ ഞാനോ റബ്ബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്നവൻ പറഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. അന്നേരം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അകത്തിരുന്നവന് വെപ്രാളം. അവൻ ചോദിച്ചു, ഞാനോ റബ്ബി. ഇവനിത് എത്ര ധൈര്യമാണ്, അകത്ത് ഇതെല്ലാം ഒരുക്കി കൂട്ടി. അപ്പൊ ഇവന് ദൈവത്തിൽ എന്തില്ല? ഒരു വിശ്വാസവും ഇല്ല. ഇതെങ്ങാനും ഒരല്പം വിശ്വാസം ഉണ്ടായിരുന്നേ നമ്മളായിരുന്നെങ്കിൽ മിണ്ടാതെങ്കിലും ഇരിക്കുമല്ലോ. അപ്പൊ എല്ലാ കുരുത്തക്കേടും കാണിച്ച് ഇവിടെ ചെന്ന് അവിടെ ചെല്ലാം ഒപ്പിച്ചു വച്ചിരിക്കുകയാണ്. ആരുമായിട്ട്? മഹാപുരോഹിതനും മറ്റുമൊക്കെ ആയിട്ട് എല്ലാ സംഗതികളും ഒപ്പിച്ചു വച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വന്ന ഒന്നും അറിയാത്തവനെ പോലെ ഇരിക്കുകയാണ്. അന്നേരമാണ് ഹൃദയങ്ങളെ അറിയുന്ന സർവശക്തനായ ദൈവം വ്യക്തമായി പറയുന്നു, നിങ്ങൾ ഒരുത്തൻ എന്നെ എന്ത് ചെയ്യും? കാണിച്ചു കൊടുക്കും. അവൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അന്നേരം ഒരു ചോദ്യം, ഞാനോ റബ്ബി എന്ന്. ഇപ്പം നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ദൈവം ഭയത്തിൻ്റെ എല്ലാ സീമകളും ലംഘിച്ച് തിന്മയിലേക്ക് പോകാൻ ഒരുങ്ങിയിരിക്കുന്നു. കർത്താവ് അവൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ തന്നെ. അപ്പം ഇങ്ങനെ ഞാനോ റബ്ബി എന്ന് ചോദിക്കുമ്പോൾ നീ ആയിരിക്കാം എന്നല്ല പറഞ്ഞേ. ആ വാക്ക് കേട്ടിട്ടും അവൻ എന്ത് വന്നില്ല? അവൻ പോയി അവൻ്റെ പ്രവൃത്തി ചെയ്തു. ഇനി ഒറ്റ കൂടിയില്ല, പ്രധാന കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവനും പാപബോധം വന്നു. ആർക്ക്? യൂദായ്ക്ക്. പക്ഷേ അവൻ്റെ ആ അനുതാപം ശരിയായ അനുതാപമായിരുന്നു. ചെയ്തത് തെറ്റിപ്പോയി എന്നവന് മനസ്സിലായി. അവന് സ്വസ്ഥതയില്ലാതായി. ആ വാങ്ങിയ പണം കൊണ്ട് പുരോഹിതന്മാരുടെ മുമ്പിൽ എറിഞ്ഞു കൊടുത്തു. അവർ പറഞ്ഞു, എനിക്കെന്തിന്? നീ ചെയ്ത തെറ്റ് ഈ എന്നെ ഇരുന്നോട്ടെ. സ്തോത്രം. ശിക്ഷ അനുഭവിക്കാൻ തെറ്റ് ചെയ്തവൻ മാത്രമേ കാണൂ. വാക്ക് മനസ്സിലാകുന്നുണ്ടോ? പോയി അവൻ പറഞ്ഞാൽ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു. അവൻ അനുതാപം വന്നു, തെറ്റി. പക്ഷേ കുഴപ്പം, പത്രോസ് മാനസാന്തരപ്പെട്ടതുപോലെ മാനസാന്തരം വന്നില്ല. തെറ്റി എന്നവന് മനസ്സിലായി. കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തു എന്ന് വന്നു. പക്ഷേ നേരായ തരത്തിൽ വന്നില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, നീ നന്മ ചെയ്യുന്നു എങ്കിൽ, നന്മയുള്ളവനെങ്കിൽ ഒരു പക്ഷേ യാദൃച്ഛികമായി പല തെറ്റുകളിലൊക്കെ നിനക്ക് അകപ്പെട്ടു പോകാം. പക്ഷേ ചില സ്പർശനങ്ങൾ, ചില നോട്ടങ്ങൾ, ചില വചനങ്ങളൊക്കെ നിന്നെ പിന്നെയും മുഖ്യധാരയിലേക്ക് കൊണ്ടുവരും. എന്നാൽ തിന്മ കരുതിക്കുട്ടി ചെയ്യുന്നവൻ, അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നവൻ, അത് തന്നെ ആവർത്തിച്ച് ചെയ്യുന്നവൻ, മുന്നറിയിപ്പുകൾ അവൻ രക്ഷ പ്രാപിക്കാൻ പറ്റത്തില്ല. തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാലും ശരിയായ തരത്തിൽ അവന് ജീവരക്ഷയ്ക്കായി മടങ്ങി വരാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഈ വാക്ക് കേൾക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നന്മയുള്ളവരായിരിക്കുക. കുഞ്ഞുങ്ങളെ ജയമെടുക്കാൻ ഒരൊറ്റ വഴി, അകത്ത്
നന്മയുള്ളവരായിരിക്കുക. ദൈവം അക്സെപ്റ്റ് ചെയ്യണമോ, ദൈവം അംഗീകരിക്കണമോ? ഹല്ലേലൂയ. നന്മയുള്ളവരായി ജീവിച്ചാൽ അതിൽ നിന്നും നമ്മെ നേരോടെ നടത്തുവാൻ യഹോവ ഭക്തനായ പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി യഹോവ അവന് കാണിച്ചു കൊടുക്കും. എത്ര പേർക്ക് ദൈവത്തിന് സ്തോത്രം പറയാം?